ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ റാണി ജോജി. നമ്മുടെ ചാനൽ നെയിം കൊച്ചി റാണി ബ്ലോഗ്സ്. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താൻ പോവാം. അതാരാണെന്നറിയണോ? കണ്ടോ, ഇത് നമ്മുടെ ടെഡിയാണ്. ടെഡിക്കുട്ടി. ഇതിനൊരു കഥയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജ് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ട്രിപ്പ് വെക്കുമല്ലോ, കോളേജ് ട്രിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ബാംഗ്ലൂർ മൈസൂറായിരുന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ നമ്മളിവിടെ നിന്ന് നൈറ്റ് വിട്ടു. അതിൽ കുറേ കഥകളുണ്ട്, അതൊക്കെ ഞാൻ പറയാനിരിക്കുക. ആ ട്രിപ്പ് പോയ സമയത്ത് കുറേ പോകാൻ വേണ്ടി നടന്ന സംഭവങ്ങളും പോയ സമയത്തുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വഴിയെ ഓരോ ദിവസം ഇടയ്ക്കൊക്കെ പറഞ്ഞോളാം. അപ്പോൾ ആ ട്രിപ്പിന് പോയ സമയത്ത് ഞാൻ 3 ഫ്രണ്ട്സാണ്. എൻ്റെ പേര് കമീല. ഒത്തിരി പേർക്ക് ഒരു ഡൗട്ട്, ശരിക്കും എൻ്റെ പേര് എന്താണ്? കമീലയാണോ റാണിയാണോ? റാണി എൻ്റെ വീട്ടിൽ വിളിക്കുന്ന നെയിമാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കമീല എന്ന് പറയുന്നത് എൻ്റെ ഒഫീഷ്യൽ നെയിമാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് കോളേജിൽ വെച്ചിട്ട് എനിക്ക് ഷർമില, ഞാൻ, ഐഷു, ഞങ്ങൾ 3 പേര് തിക് ഫ്രണ്ട്സ് ആയിരുന്നു. തിക് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ 3 പേര്. അപ്പം ഞങ്ങൾ 3 പേരും ഈ ട്രിപ്പിന് പോകുന്ന സമയത്തായിരുന്നു ഞാൻ ഈ ടെഡി മേടിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വിട്ടപ്പോൾ ഒരു നൈറ്റായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത്. എല്ലാവരും കോളേജിലേക്ക് എത്തി. അവിടെ നിന്നായിരുന്നു ട്രിപ്പിന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തത് ബാംഗ്ലൂരിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മൈസൂറിലേക്ക് പോയി. അങ്ങനെയായിരുന്നു. ഒരു 1 ഡേ മുഴുവനും ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂർ കഴിഞ്ഞ് അന്ന് അവിടെ സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് ഡേ മൈസൂറിലേക്ക് പോയി. മൈസൂരിൽ നിന്ന് ഡയറക്റ്റ് വീട്ടിലേക്കായിരുന്നു വന്നത്. അപ്പോൾ മൈസൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ മൈസൂരിൽ പോയപ്പോൾ ഞാൻ എവിടെയൊക്കെ കയറിയെന്ന് വെച്ചാൽ, ബാംഗ്ലൂരിൽ എന്തോ ഒരു ഗാർഡൻ ഉണ്ടല്ലോ, നല്ലൊരു വലിയൊരു ബൃന്ദാവനം, അങ്ങനെ എന്തോ ഒരു ഗാർഡൻ ഇല്ലേ, അവിടേക്കൊക്കെ പോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മൈസൂരിലെ ഒരു കൃഷ്ണൻ്റെ ടെമ്പിളിൽ, അത് ഭയങ്കര നല്ല വലിയൊരു ടെമ്പിളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ക്യൂവിൽ നിന്ന് വേണം കയറാനായിട്ട്. അതിലേക്ക് കയറാനായിട്ട് 1 മണിക്കൂറിന് മേളിൽ പോയി. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കും. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇത് പറഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പ് വെച്ച് അകത്തോട്ട് ചെല്ലാനായിട്ട്. നല്ല വലിയൊരു അമ്പലമായിരുന്നു. അവിടെ നിന്നൊക്കെ പ്രസാദമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വിടുന്ന സമയത്ത് കുറച്ച് ദൂരം വന്നപ്പോൾ വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടെഡി വിൽക്കാനായിട്ട്, അവിടെ ടെഡി ബിയർ വിൽക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു, നാട്ടിലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് കുറച്ച് പൈസ തന്നിട്ട് പറഞ്ഞു, എനിക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ മേടിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ചിലവാക്കിയില്ലായിരുന്നു. ഞാൻ തിരിച്ചു വരുന്ന സമയം ഈ ടെഡി ബിയർ മേടിക്കുന്ന വരെ ഞാൻ ഒന്നും ചിലവാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ചിലവാക്കിയില്ല എന്നല്ല കേട്ടോ, ശരിയാ, ഓർമ്മ വരുന്നുണ്ട്. മറ്റേ കുറച്ച് ഫുഡിന് ചിലവാക്കിയായിരുന്നു ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നോക്കിയപ്പം ഈ ടെഡീനെ മേടിക്കാനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പോലും പറഞ്ഞില്ല, ഞാനങ്ങ് ഇറങ്ങിപ്പോയി. ഇവരൊക്കെ ഭയങ്കര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതായിട്ടിരിക്കുമല്ലേ. ആ സമയം നോക്കി ഞാനിങ്ങനെ ടെഡി ബിയറിന് കണ്ടപ്പോൾ ഞാനങ്ങനെ ഇറങ്ങിപ്പോയി അത് മേടിക്കാൻ പോയി. അവിടെ നിൽക്കുമോ, അപ്പോൾ ആൾ ഭയങ്കര റേറ്റ് പറയുക. എന്താണെന്ന് വെച്ചാൽ മറ്റേ ഇത് ടൂറിസ്റ്റിലെ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പോൾ തോന്നിയ റേറ്റ് പറയാമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ബാർഗെയിനിങ് ആളായിട്ട് ഒത്തിരി റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഭയങ്കര ബാർഗെയിനിങ് ചെയ്ത് ലാസ്റ്റ് അയാൾ കുറച്ച് വന്ന് എൻ്റെ അളവിലേക്ക് വരുന്നില്ല ആൾ. അത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ വണ്ടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ തരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആൾ സെറ്റാക്കി ഞാൻ പറഞ്ഞ പ്രൈസിലേക്ക് വന്നു. അങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്ന ടെഡി ബിയർ ആണ് എൻ്റെ കുഞ്ഞ്. കണ്ടാ, എത്ര വർഷമായി എൻ്റെ കൂടെ വെച്ചോണ്ടിരിക്കുക ഞാൻ. ഈ സാധനത്തിനെ കളയാൻ തോന്നത്തില്ലെന്നേ. നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് മേടിച്ച എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും? ഒത്തിരി പേര് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് സംഭവം.
അപ്പോൾ ഓക്കെ ടാറ്റാ. ഇന്നിപ്പോൾ എല്ലാവരും ചായ കുടിക്കും, ഭക്ഷണം കഴിക്കുന്നതൊക്കെ സമയമായല്ലോ. ഞാൻ ചായ പോലും കുടിച്ചിട്ടില്ല. ചായ കുടിക്കാൻ പോവാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൊച്ചി റാണി വ്ലോഗ്സ്. ഇത് ഏത് ഉറക്കത്തിൽ വിളിച്ച് ഞാൻ ഉണർത്തി ചോദിച്ചാലും ഓർമ്മ വരണം. ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചാലും കൊച്ചി റാണി വ്ലോഗ്സ്. സബ്സ്ക്രൈബ് ചെയ്തില്ല, ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.